ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്കൊരു ട്രേഡർ ആവാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ട്രേഡിംഗ് തുടങ്ങാമെന്നുള്ളത്. അതിനെപ്പറ്റി അധികം ആർക്കും അത്ര ഐഡിയ ഒന്നുമില്ല. എന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്രേഡിങ്ങിൻ്റെ A to Z കാര്യങ്ങളാണ്. എങ്ങനെ നമുക്കൊരു ട്രേഡിംഗ് തുടങ്ങാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് തുടങ്ങുക എന്നതിനെപ്പറ്റി നോക്കാം. ട്രേഡിംഗ് തുടങ്ങുന്നതിൻ്റെ ആദ്യ പടി എന്നോണം നിങ്ങളൊരു ബ്രോക്കറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ഓൺലൈൻ ബ്രോക്കറെ നിങ്ങൾ കണ്ടെത്തണം. ഓൺലൈൻ ബ്രോക്കറെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഒരുപാട് ഓൺലൈൻ ബ്രോക്കേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ, അങ്ങനെ പല ഓൺലൈൻ ബ്രോക്കേഴ്സിനെയും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. നിങ്ങളൊരു ഓൺലൈൻ ബ്രോക്കറെ കണ്ടെത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രോക്കറേജ് റേറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. പല ബ്രോക്കേഴ്സിനും പല രീതിയിലായിരിക്കും റേറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ഒരു ബ്രോക്കറെ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സഹായം തേടാം. ഇന്ന് നിരവധി യൂട്യൂബ് ചാനലുകൾ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു യൂട്യൂബ് ചാനൽ നോക്കി അതിൽ നിന്നും നല്ലൊരു വീഡിയോ എടുത്ത് കണ്ടതിന് ശേഷം മാത്രം ഓൺലൈനിൽ ബ്രോക്കേഴ്സിനെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു ബ്രോക്കറെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങളൊരു ഓൺലൈൻ ബ്രോക്കറെ സെലക്ട് ചെയ്തല്ലോ. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസും ഒക്കെ ഡിമാറ്റ് അക്കൗണ്ടിൽ എൻട്രി ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ അതിൽ ചെയ്യേണ്ടുന്ന കാര്യം സെൽഫ് വെരിഫിക്കേഷനാണ്. അതിനായി നിങ്ങളുടെ ആധാർ സൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആധാർ വേണ്ടി വരും. അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. ഇനി നിങ്ങൾക്ക് ലഭിച്ച OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഒരു യൂസർ IDയും പാസ്വേഡും അതിന് നൽകാൻ പറ്റുന്നതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ യൂസർ IDയും പാസ്വേഡും നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്താൽ പിന്നെ ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ IDയും പാസ്വേഡും ഉണ്ടായിരിക്കണം. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ട്രേഡ് എടുക്കുക. ശേഷം അതിൻ്റെ ചാർട്ടിൽ അതൊരു 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നെന്നും ഇപ്പോൾ അത് മെച്ചപ്പെട്ട് വരുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുക. നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി ഒരു ഹ്യൂജ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ എമൗണ്ട് നഷ്ടമാകാൻ കാരണമാകും. കാരണം നിങ്ങൾക്കതിനെപ്പറ്റി ഇപ്പോൾ വലിയ ധാരണയൊന്നും ആയിട്ടില്ല. പതിയെ അത് നിങ്ങൾ പഠിച്ചു വരികയാണ് വേണ്ടത്. അതിനായി നിങ്ങൾ പെന്നി സ്റ്റോക്സ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ കൊടുത്ത് എടുക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളെയാണ് പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് പെന്നി സ്റ്റോക്സ് അവൈലബിൾ ആയിട്ട് കാണാം. നിങ്ങളൊരു സ്റ്റോക്ക് ചൂസ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് ഇനി ഭാവിയിലേക്ക് വളരാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. അതിനായി നിങ്ങൾക്ക് ന്യൂസിൻ്റെയൊക്കെ സഹായം തേടാം. എന്നിട്ട് വേണം നിങ്ങളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുവാനും അതൊരു ട്രേഡ് എടുക്കുവാനും. ഇനിയാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്റ്റോക്കുകൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏത് സ്റ്റോക്കാണോ ആ സ്റ്റോക്ക് വേണം നിങ്ങൾ ചൂസ് ചെയ്യുവാൻ. ശേഷം നിങ്ങൾക്ക് ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയം വന്നാൽ നിങ്ങൾ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ആ സംശയം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ പണം നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുകയോ ചെയ്യണം.
ഇനിയൊരു പ്രത്യേക കാര്യം, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം. ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് കടക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് ട്രേഡിങ്ങിനൊരു പാഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് വേണം നന്നായി ട്രേഡ് ചെയ്യുവാൻ.